ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാരോ റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും നിങ്ങളെ ഓർക്കാറുണ്ടോ? ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചവർ വിട്ടുപിരിയുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യമാണ്, അവരിപ്പോഴും നമ്മളെ ഓർക്കാറുണ്ടോ? ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിംഗുമായി കണക്ട് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ജഡ്ജ്മെന്റ് ആണ്. ഒരു അൺഫിനിഷ്ഡ് ചാപ്റ്ററിനെ സൂചിപ്പിക്കുന്നു. അതായത് അവർ പലപ്പോഴും നിങ്ങളൊത്തുള്ള ആ ഒരു പാസ്റ്റ് റീവിസിറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ ശരിയായ തീരുമാനമാണോ എടുത്തത് എന്ന ഉള്ള ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അവരോട് തന്നെ ചോദിക്കുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. സത്യത്തിൽ അവർ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് കഴിയുന്നില്ല. കാരണം സോൾ ലെവലിൽ നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും റിലീസ് ആയിട്ടില്ല എന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് കാർഡ് ദ ഫൂൾ കാർഡാണ്. ഇതൊരു മിക്സഡ് സിഗ്നലാണ്. ഒരുപക്ഷെ അവർ മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പുതിയ ഒരു തുടക്കം എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു എസ്കേപ്പ് ആയിരിക്കാം നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന്. അതായത് നിങ്ങളെ മറക്കാൻ അവർ മുന്നോട്ട് പോകുന്നത് പോലെയൊക്കെ ഒന്ന് കാണിക്കാം. പക്ഷേ അവരുടെ ഉള്ളിലുള്ള ആ ഒരു അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് അത് നിറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊരു റിയൽ ഹീലിംഗ് അല്ല, ശരിക്കും ഒരു അഭിനയമാണ്. നിങ്ങളെ മറന്നു എന്ന് കാണിക്കാൻ ഉള്ള ഒരു വൃഥ അഭിനയം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വളരെ ക്ലിയർ കാർഡാണ്, ഏസ് ഓഫ് സോർഡ്സ്. അവർക്കൊരു ക്ലാരിറ്റി വരാൻ പോകുന്നു. ട്രൂത്ത് അവർ റിയലൈസ് ചെയ്യുന്നു. സത്യം, ഈ ഒരു ബന്ധം വളരെ സ്പെഷ്യൽ ആയിരുന്നു എന്ന് കാലം അവരെ പഠിപ്പിക്കുന്നു. ചില ആളുകൾക്ക് ഇതൊരു സഡൻ റിയലൈസേഷൻ ആയിരിക്കും, തിരിച്ചറിവ്. റാൻഡം മെമ്മറീസ്, അതുപോലെ തന്നെ ഡ്രീംസ്, ട്രിഗേഴ്സ്, ഇതെല്ലാം നിങ്ങളെ സംബന്ധിക്കുന്നതെല്ലാം തന്നെ ഡിവൈൻ അവർക്ക് മുൻപിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറക്കുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ച്. ചിലപ്പോൾ ചില ഒരു സോങ് കേൾക്കുമ്പോഴായിരിക്കാം, പാട്ട്, ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് പോയ സ്ഥലത്തു കൂടി പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ അവരെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ദ ലാസ്റ്റ് കാർഡ് സൺ കാർഡാണ്. ഏറ്റവും സ്ട്രോങ് ആൻസർ ആണ് നിങ്ങളുടെ ക്വസ്റ്റിന്. അവർ നിങ്ങളെ ശരിക്കും ഒരു ഹാപ്പി മെമ്മറിയായി തന്നെ ഓർക്കുന്നു. ഇപ്പോഴും ഒരു ജെനുവിൻ ലവ് അല്ലെങ്കിൽ സന്തോഷം നിങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ ശരിക്കും ഒരു വെളിച്ചമായിരുന്നു. ഇതൊരു ഫേക്ക് അല്ല, ഇതൊരു പ്യുവർ ലവ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഓവറാൾ റീഡിംഗ് പറയുന്നത്, അവർ പലപ്പോഴും പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മറന്നു അല്ലെങ്കിൽ മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഓക്കെയാണ് എന്നൊക്കെ ഒന്ന് കാണിക്കാനുള്ള ഒരു വൃഥ ഉള്ള ഒരു ശ്രമം. പക്ഷേ അവരുടെ ആ ഒരു ഹേർട്ട് ലെവലിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും എലൈവായിട്ട് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഒരു ഈഗോ, സർക്കംസ്റ്റാൻസസ് ഒക്കെ കാരണം അവരത് എക്സ്പ്രസ് ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ അവരുടെ ചിന്തകൾ മാത്രമാണ്. നിങ്ങളെ അവർ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ മടങ്ങി വരും. താങ്ക് യു യൂണിവേഴ്സ്.